ശരി, ശ്രീ ഡോക്ടർ ജി ഗോപകുമാർ, അതിനെ എങ്ങനെ താങ്കൾ കാണുന്നു? ഇതൊരു എല്ലാ എക്സിറ്റ് പോളുകളും ഒരേ പ്രവചനം തന്നെയാണ് അല്ലെ? ഒരേ ഇത് പ്രഡിക്ഷൻ എന്നല്ലോ, ഇത് കൃത്യമായിട്ട് വോട്ടർമാരെ കണ്ട് എടുക്കുന്ന ഡേറ്റയാണ്. പക്ഷേ തെറ്റാം, എക്സിറ്റ് പോളുകൾ തെറ്റുന്ന ചരിത്രം ഒരുപാട് ഉണ്ടായിട്ടുള്ളതാണ്. പക്ഷെ ഇവിടെ എല്ലാ എക്സിറ്റ് പോളുകളും ഒരേ സ്വരത്തിലാണ്, ഏതാണ്ട് സമാനമായ കണക്കുകൾ കൂടിയാണ് അല്ലേ? എക്സാജറേറ്റഡ് ആയിട്ട് കാര്യങ്ങൾ പോകുന്നില്ല. അത് എക്സിറ്റ് പോളുകൾ ഇത്തവണ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് നടന്നതാണ്. ദേശീയ തെരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു അനാലിസിസ് അല്ല, വളരെ ഫോക്കസ്ഡാണ് ഈ സർവേ ഏജൻസികളെല്ലാം. എല്ലാവരും ഒരേ സ്വരത്തിൽ പറയുമ്പോൾ നമുക്കതിനോട് യോജിക്കാനേ കഴിയുന്നുള്ളൂ. കാരണം മറിച്ചാണെങ്കിൽ ഇത്രയും ഏജൻസികളുടെ വിശ്വാസ്യത ഒറ്റയടിക്ക് നഷ്ടപ്പെടുകയാണ് ഉണ്ടാകുന്നത്. അതുകൊണ്ട് എക്സിറ്റ് പോളുകൾ ബീഹാറിൽ തെറ്റിയിട്ടുണ്ടാവും, ഇല്ല എന്നൊന്നും പറയുന്നില്ല. ദേശീയ തലത്തിലും എക്സിറ്റ് പോളുകൾക്ക് സ്ട്രൈക്ക് റേറ്റ് കുറഞ്ഞു കാണാം. പക്ഷേ ഇവിടെ 5 ന്യൂസ് 18 ഉൾപ്പെടെ 5 സർവേ ഏജൻസീസും ഒരേ അഭിപ്രായത്തിൽ പറയുന്ന ഡേറ്റ, അതിനകത്ത് എത്ര നോക്കിയിട്ടും ഒരു വേരിയേഷൻ കാര്യമായിട്ട് കാണുന്നില്ല. അതുകൊണ്ട് വലിയ വ്യത്യാസം വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതോടൊപ്പം ഡോക്ടർ മോഹൻ പറഞ്ഞതിനകത്തൊരു റെലവൻ്റ് ആയിട്ടുള്ളൊരു ഫാക്ടറുണ്ട്. കാരണം ഈ മുന്നണികളുടെ ഒരു ഘടനാപരമായ ഒരു ശക്തി നോക്കിയാൽ NDA വളരെ വളരെ മുൻപിലാണ്. കാരണം അവരുടെ കൂടെ നിൽക്കുന്ന സഖ്യകക്ഷികളുടെ ശക്തി, പ്രത്യേകിച്ച് JDUവും BJPയും ഏതാണ്ട് തുല്യശക്തിയായി നിൽക്കുമ്പോൾ HAMൻ്റെയും RLMൻ്റെയും LJPയുടെയൊക്കെ ശക്തി, ഇതിന് മറുവശത്ത് നോക്കണം. RJD ആണ് അവിടെ ഉള്ളത്. അവിടെയുള്ള പ്രധാനപ്പെട്ട പ്രശ്നം എന്താണ്? RJDക്ക് തുല്യമായൊരു ശക്തി സഹായിക്കാനില്ല. കോൺഗ്രസ് വളരെ താഴെയാണ്, അതിനേക്കാൾ വളരെ താഴെയാണ്. കോൺഗ്രസ് മോശമാവുന്നില്ല കേട്ടോ ഈ എക്സിറ്റ് പോൾ അനുസരിച്ച് മത്സരിക്കുന്നുള്ളതെന്നുള്ള സത്യമാണ്. പക്ഷേ ഇടതുപക്ഷ കക്ഷികൾ ആയ CPI-ML ആണ് പിന്നെയും കൂടുതൽ സീറ്റുകൾ മത്സരിക്കുന്നത്. CPIയും CPMും ഒന്നും സ്ട്രൈക്ക് റേറ്റിൽ വരുന്നില്ല, മറിച്ച് CPI-MLനാണ് കുറച്ച് സാധ്യതയുള്ളത്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ബാലൻസ് കോalition പാർട്ട്നേഴ്സിൻ്റെ, സഖ്യകക്ഷികളുടെ പാർട്ട്നേഴ്സിൻ്റെ ഒരു ബാലൻസ് നോക്കിയാൽ, ബാലൻസ് ഓഫ് പവർ നോക്കിക്കഴിഞ്ഞാൽ സ്ട്രക്ചറലി NDA വളരെ ശക്തമാണ്. ഇതിനപ്പുറം മറ്റൊരു കാര്യം പറയാനുള്ളത്, ഇദ്ദേഹം തന്നെ, നിതീഷ് കുമാർ തന്നെയാണ് ഈ സോഷ്യൽ എഞ്ചിനീയറിങ്ങിൽ മിടുക്കനായി നിൽക്കുന്നത്. അതുകൊണ്ടാണ്, ആ സോഷ്യൽ എഞ്ചിനീയറിങ്ങിൻ്റെ ഫാക്ടറാണ് അദ്ദേഹം നോൺ യാദവ് വോട്ടുകൾ കൺസോളിഡേറ്റ് ചെയ്തു, അതേപോലെ ദളിത് വോട്ടും മഹാദളിത് വോട്ടും കൺസോളിഡേറ്റ് ചെയ്തു. അപ്പോൾ ഈ കമ്മ്യൂണിറ്റിക്ക് അകത്ത് കയറി സോഷ്യൽ എഞ്ചിനീയറിങ്, അതായത് എന്താണോ ലല്ലു പ്രസാദ് ചെയ്തത് അതിനെ കടത്തിവെട്ടുന്ന രീതിയിലുള്ള പുതിയ സോഷ്യൽ എഞ്ചിനീയറിംഗ് ടെക്നിക്ക് വഴി ഏറ്റവും ബാക്ക്വേർഡായിട്ടുള്ള OBC കമ്മ്യൂണിറ്റിയും ദളിതിൽ തന്നെ ഏറ്റവും ബാക്ക്വേർഡായിട്ടുള്ള ആൾക്കാരെയും, അപ്പോൾ ആ സോഷ്യൽ എഞ്ചിനീയറിംഗ് ഫാക്ടറും കാസ്റ്റ് ഫാക്ടറും ഒരുപോലെ അവരെ സംഘടിപ്പിച്ച് സഹായിക്കുമ്പോൾ, മറുവശത്ത് ഈ 10,000-ൻ്റെ സാമ്പത്തിക സഹായവും കേന്ദ്രത്തിൻ്റേതായ പ്രത്യേക ഡബിൾ എഞ്ചിൻ ഗവൺമെൻറ്റിൻ്റെ സപ്പോർട്ടും, ഈ എല്ലാ ഫാക്ടേഴ്സും കൂടി നോക്കുമ്പോഴാണ് NDAയുടെ ഒരു അനുകൂലമായിട്ടുള്ളൊരു ഡെവലപ്മെൻറ്റിനുള്ളൊരു ചിത്രം തെളിയുന്നത്. ശരി, ന്യൂസ് 18 മെഗാ എക്സിറ്റ് പോൾ കണക്കനുസരിച്ച് NDA വലിയ ഭൂരിപക്ഷം നേടുമെന്നാണ്. 140 മുതൽ 150 സീറ്റുകൾ വരെ NDAക്ക് കിട്ടാം ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എന്നാണ്. അങ്ങനെ ഭരണ തുടർച്ചയാണ് ന്യൂസ് 18 മെഗാ എക്സിറ്റ് പോളും പറയുന്നത്. മഹാസഖ്യത്തിന് 85 മുതൽ 95 സീറ്റുകൾ വരെ മാത്രം. JSP ജൻ സ്വരാജ് പാർട്ടി പ്രശാന്ത് കിഷോറിന്റെ 0 മുതൽ 5 സീറ്റുകൾ വരെ. ശ്രീ റോണി കെ ബേബി, താങ്കൾ എന്തായാലും ഇതിൽ വലിയ വിശ്വാസം അർപ്പിക്കുന്നുണ്ടാവില്ല അല്ലേ? കാരണം നമ്മള് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുതൽ പലതവണ ന്യൂസ് 18 ചാനലിൽ തന്നെ നമ്മൾ ഈ എക്സിറ്റ് പോളുമായി ബന്ധപ്പെട്ട്, അത് കഴിഞ്ഞ ഹരിയാന ഇലക്ഷൻ, മഹാരാഷ്ട്ര ഇലക്ഷൻ ഒക്കെ നമ്മൾ കണ്ടതാണ്. ഇന്ത്യയിൽ ഇപ്പോൾ കണ്ടുവരുന്ന ഒരു ട്രെൻഡ്, നമ്മളൊരു 3-4 വർഷങ്ങൾക്ക് മുമ്പ്, കൃത്യമായി ഒരു 5 വർഷങ്ങൾക്കൊക്കെ മുൻപ് ഈ എക്സിറ്റ് പോളുകൾക്കൊക്കെ വിശ്വാസ്യത. പക്ഷെ ഇപ്പോൾ നമ്മൾ ഈ അടുത്ത കാലത്ത് നടക്കുന്ന ഈ എക്സിറ്റ് പോൾ ഫലങ്ങളിലേക്കൊക്കെ നമ്മൾ നോക്കുക. ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ്, കഴിഞ്ഞ 2 വർഷം മുൻപേ നടന്ന 2024 നടന്ന, 1 വർഷം മുന്നേ നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പ്, ഏതൊരു ഒരു ചാനല് എക്സിറ്റ് പോളിൽ പ്രവചിച്ചോ അല്ലെങ്കിൽ BJPക്ക് കേവല ഭൂരിപക്ഷം കിട്ടില്ല എന്ന്? എന്തായിരുന്നു 300 മുകളിൽ, 350 മുകളിൽ, 400 മുകളിൽ വരെ ചാനലുകൾ പ്രവചിച്ച സീറ്റുകൾ ഉണ്ടായിരുന്നു. പക്ഷെ എന്തായിരുന്നു ആക്ച്വൽ റിസൾട്ട് എന്നാണ് നമ്മൾ കണ്ടു. അതുകൊണ്ട് നമ്മൾ ഹരിയാനയിലെ കണ്ടു, മഹാരാഷ്ട്രയിൽ കണ്ടു. മഹാരാഷ്ട്രയിൽ ഇഞ്ചോടിഞ്ച് പോരാട്ടം എന്നായിരുന്നു എക്സിറ്റ് പോൾ ഫലങ്ങൾ. ഒരു 140 മുതൽ 160 സീറ്റ് വരെ 2 മുന്നണികളും, അത് മഹാഗഠബന്ധനും അതുപോലെ തന്നെ BJP സഖ്യവും പിടിക്കുമെന്നായിരുന്നു പറഞ്ഞിരുന്നത്. പക്ഷെ അത് നമ്മൾ കണ്ടു, അത് വൺ സൈഡഡ് ആയിപ്പോയി. പക്ഷെ അതുമായി ബന്ധപ്പെട്ടുള്ള ആരോപണങ്ങൾ പിന്നീട് വരികയുണ്ടായി. പക്ഷെ ഈ എക്സിറ്റ് പോൾ ഫലങ്ങൾ തെറ്റായി പോയി എന്ന് പറഞ്ഞുകൊണ്ട് സർവേ ഏജൻസിയുടെ തന്നെ പ്രധാനപ്പെട്ട, അതിന് ഉത്തരവാദിത്തപ്പെട്ട ആള് പൊട്ടിക്കരഞ്ഞ് ക്ഷമ ചോദിക്കുന്ന നമ്മള് കാണാൻ ഇടയായി. അപ്പോൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ
ഏകപക്ഷീയമായ രീതിയിലുള്ള എക്സിറ്റ് പോൾ ഫലങ്ങൾ വരുന്നത് എന്നൊക്കെ ഇന്നത്തെ ശരി, സാങ്കേതിക ഓഡിയോ വെച്ചിലെ പ്രശ്നമുണ്ട്. ഞാൻ താങ്കളിലേക്ക് വരാം. സാങ്കേതിക പ്രശ്നം പരിഹരിച്ചതിന് ശേഷം താങ്കളിലേക്ക് വരാം. എന്തായാലും മെഗാ എക്സിറ്റ് പോൾ ന്യൂസ് 18 നോക്കുമ്പോഴും അവിടെ NDAക്ക് തന്നെയാണ് മേൽക്കൈ. മറ്റ് സർവേ ഏജൻസികൾ നടത്തിയ എക്സിറ്റ് പോളുകളിലും NDA BJP JDU സഖ്യം വലിയ ഭൂരിപക്ഷത്തോടുകൂടി ഭരണ തുടർച്ച നേടും എന്ന് തന്നെയാണ് പറയുന്നത്. അതാണ് പോളോ പോൾസിൽ കാണുന്നത്. എല്ലാ സർവേ ഏജൻസികളും പറയുന്നത് NDAക്ക് കേവല ഭൂരിപക്ഷത്തേക്കാൾ കൂടുതൽ സീറ്റുകൾ കിട്ടുമെന്നാണ്. ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം തിരിച്ചെത്തുമ്പോൾ മറ്റ് മേഖലകൾ തിരിച്ചുള്ള